വിശ്വപൗരന് ഇതെന്ത് പറ്റി? ചോദ്യം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പറ്റാനുള്ളതൊക്കെ മുമ്പും പറ്റിയിട്ടുണ്ടെന്നും ഇതൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കരുതിയാൽ മതിയെന്നും വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്നതാ സംഭവം? ഒരു ദേശീയ ദിനപത്രത്തിൽ കേരളത്തിലെ വ്യാവസായിക മുന്നേറ്റത്തെക്കുറിച്ച് തരൂർ എഴുതിയത്രേ. പോരെ പുകില്. സ്തുതി അത്രയും പിണറായി സർക്കാരിനായില്ലേ? പറയുന്നതോ വിശ്വപൗരനായ ഒരു കോൺഗ്രസ് എം പി. തരൂരിൻ്റെ തലതിരിഞ്ഞു പോയോ എന്ന് ചിന്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തടിസ്ഥാനത്തിലാണ് ഈ പുകഴ്ത്തിലെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള മറുപടി നൽകി. നന്നായി വായിച്ച് മനസ്സിലാക്കാനും വിവരങ്ങളൊക്കെ ഗൂഗിളിൽ കിട്ടുമെന്നും VDക്ക് കുറുക്കി കൊള്ളുന്ന ഒരു കൊട്ട് നൽകി തരൂര്. തീർന്നില്ലെന്നേ. തരൂർ എന്ന വിശ്വപൗരനെ കുറിച്ച് താൻ എന്ത് പറയാനെന്നായി K മുരളീധരൻ. താനൊരു സാധാരണക്കാരൻ. ഇതാണ് മുരളീധര പക്ഷം. പക്ഷേ തലപ്പത്ത് നിന്ന് അല്പം മൂർച്ഛലായിരുന്നിട്ടോ മറുപടി. തരൂരിൻ്റെ നിലപാട്, അതായത് ഈ എഴുത്തിലെ സർക്കാർ സ്തുതി പാർട്ടി പരിശോധിക്കുന്ന വെച്ച് കീറി അങ്ങ് അധ്യക്ഷൻ സുധാകരൻജി. വിവാദത്തിൻ്റെ സ്റ്റാർട്ടപ്പിന് തറക്കല്ലിട്ട ആ എഴുത്തിൽ CPM-ന് ഒരു രസം പിടിച്ച മട്ടാണ് കേട്ടോ. എഴുത്തിലെ ഈ കുത്തിത്തിരിപ്പ് കണ്ട് മാറി നിന്ന് ഊറിച്ചിരിക്കുന്ന CPM-ന്ന് ഗോവിന്ദ മാഷ് മുഖ്യമന്ത്രി ചട്ടപ്പെടാന്ന് എത്തിയില്ലേ തരൂരിനെ പുകഴ്ത്താൻ. തരൂർ അല്പം വിവരമുള്ള ജനപ്രതിനിധിയാണല്ലോ, അപ്പോൾ കാര്യങ്ങളും മനസ്സിലാകുമല്ലോ എന്ന പിണറായി ലൈൻ ജോറായിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഇതേത് വരെ പോകുന്നതാണ് ചോദ്യം. ഹൈക്കമാൻഡ് വിചാരിച്ചാൽ പോലും തരൂരിനെ തിരുത്താനാകുമെന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടാവില്ല. പക്ഷേ തരൂരിൻ്റേത് പാർട്ടി നിലപാടല്ലെന്ന് പലവട്ടം പറഞ്ഞ സ്തുതി സ്വാഹയായി പോകുമെന്ന് പാവങ്ങൾ കരുതി കാണുന്നേ.